जिंदा है, आने वाला है मेरा यीशु, आने वाला है, जिंदा है, जिंदा है, यीशु मेरा जिंदा है, आने वाला है मेरा यीशु, आने वाला है, जिंदा है, जिंदा है, यीशु मेरा जिंदा है, आने वाला है मेरा यीशु, आने वाला है, जिंदा है, जिंदा है, यीशु मेरा जिंदा है, आने वाला है मेरा
പ്രത്യേകാൽ കർത്താവെ സ്തോത്രം ലീഡ് ചെയ്യുന്ന അങ്ങനെ കർത്തവൃത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കുമാറാകണമേ. ദൈവമേ ഇന്നത്തെ മീറ്റിംഗ് അന്ത്യോളം കർത്താവെ സ്തോത്രം, ദൈവമേ ഹല്ലേലൂയ സ്തോത്രം, നല്ലവണ്ണം ആത്മാവിൽ ലീഡ് ചെയ്യുവാൻ കർത്തദാസനെ കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾക്ക് അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ നിറഞ്ഞ് പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും കർത്താവെ ഹല്ലേലൂയ ആമേൻ. ഞങ്ങളുടെ ജീവിതത്തിൽ അത് കർത്താവ് ഒരു ആത്മീയ ഉത്തേജനത്തിന് കാരണമായി തീരുവാനും ദൈവം ഇടവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകാൽ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ ആമേൻ. കടന്നു വരുന്ന കർത്തദാസനായി സ്തോത്രം ചെയ്യുന്നു. വിവിധ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥ അണയ്ക്കുവാൻ കർത്തദാസനെ കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും ദൈവം ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വചനം സംസാരിക്കാൻ ഏറ്റിരിക്കുന്ന ദാസനായി സ്തോത്രം കർത്താവെ, തിരുവചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ ഞങ്ങളുടെ ദാസനെ കരങ്ങളിൽ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ സ്തോത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കർത്താവെ ഓൺലൈൻ വഴി കർത്താവെ സൂമിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും കർത്താവെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇവിടെ കൂടപ്പെട്ട കർത്തദാസന്മാർക്കായി, സഹോദരങ്ങൾക്കായി, സഹോദരിമാർക്ക് എല്ലാവർക്കും ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ആദ്യോടൊന്നും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഭരിച്ചു വഴി നടത്തണം, ദൈവവും അനുഭവിച്ചറിവൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടുത്തരമരുളതിനാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. അല്പസമയം നാം ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി വേർതിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദൈവസന്നിധി വളരെ പ്രാർത്ഥനയോടുകൂടെ നാം ആയിരിക്കുമ്പോൾ പ്രാർത്ഥന ധ്വനി ഡൽഹി UP ചാപ്റ്ററിൻ്റെ കോയർ പോൾ ഫെബിൻ്റെ ലീഡർഷിപ്പിൽ മുൻപോട്ട് കടന്നു വന്ന ഗാനങ്ങൾ ആലപിച്ച് നമുക്ക് ഒരുമിച്ച്, നിങ്ങളായിരിക്കുന്നത് ജോലി സ്ഥലങ്ങളിലായിരിക്കാം, ജോലി കഴിഞ്ഞ ഭവനത്തിൽ വന്ന സമയങ്ങളായിരിക്കാം, എങ്കിലും ഹല്ലേലൂയ ഞങ്ങളോട് ചേർന്ന് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഇന്ന് രാത്രിയുടെ ആക്കട്ടെ. നാം ആയിരിക്കുന്ന സ്ഥാനവും സാഹചര്യവും എന്ത് എന്ന് വ്യക്തമായി അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ. ഓവർ ടു കൊയർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം പ്രാർത്ഥനാ ധ്വനി എന്നൊരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ അടുത്ത് തന്നെ എത്താൻ, ഞങ്ങളുടെ സൗണ്ട് ഇങ്ങനെ വരാൻ ദൈവം സഹായിച്ചതിനായി ഞാൻ സ്തോത്രം പറയുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മലയാളം കോൺഗ്രിഗേഷൻ ലീഡ് ചെയ്യുന്നത്. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം. അതുകൊണ്ട് മലയാളം എന്തെങ്കിലും തെറ്റ് വരെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഐ നോ നമ്മൾ ആരാധനയിൽ കയറുന്നതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് നമ്മളെല്ലാവരും ഒരു 2-3 മിനിറ്റ് ഒരു സ്മോൾ സമർപ്പണം സെഷനിലോട്ട് നമ്മൾ പോകണം. ആദ്യം ഐ റിമെമ്പർ ഒരു കഥ, ഇങ്ങനെ കഥയല്ല, നടന്ന സംഭവം ഇങ്ങനെയാണ്. മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞൊരു ബിഗ് ക്രിസ്ത്യൻ റിഫോമർ, വി ഓൾ നോ അബൌട്ട് ഹിം. പുള്ളിയുടെ ലൈഫിൽ എന്തോ ഒരു വലിയ പ്രശ്നം വന്നപ്പം ഹി വെന്റ് ടു എ ബ്ലാക്ക് ഡിപ്രഷൻ, ഒരു വലിയൊരു ഡിപ്രഷനിലോട്ട് പുള്ളി പോയി. ഏകദേശം 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം തുടങ്ങിയപ്പം ഹി വാസ് സ്റ്റിൽ ഫൈറ്റിംഗ് വിത്ത് ഇറ്റ് കംപ്ലീറ്റ്ലി. പുള്ളി ഫുൾ ഡിപ്രഷനിലായി പോയി. അന്നേരം പുള്ളിയുടെ ഭാര്യ എന്തോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വെസ്റ്റേൺ കൺട്രീസിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഫ്യൂണറൽ സിറ്റുവേഷൻസ് വന്ന് അവരങ്ങനെ ഒരു ബ്ലാക്ക് ഡ്രസ് അവരെല്ലാവരും ഉപയോഗിക്കും. So she came in, ഒരു ബ്ലാക്ക് ഡ്രസ് ഉടുത്ത് പുള്ളിക്കാരി വെളി വന്നപ്പം ഉടനെ മാർട്ടിൻ ലൂതർ ആരാ മരിച്ചു പോയെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പുള്ളിക്കാരത്തി ഉത്തരം കൊടുത്തു, ദൈവം എന്നൊരു ഉത്തരം പുള്ളി കൊടുത്തു. ഉടനെ മാർട്ടിൻ ലൂതർ ശാസിച്ച് അല്ലെ ദേഷ്യപ്പെട്ട് ചോദിച്ചു, ദൈവം മരിച്ചെന്നോ? ഹൗ ക്യാൻ ഇറ്റ് ബി ട്രൂ? അതായത് ഇതെങ്ങനെ സംഭവിച്ചല്ലേ, ദൈവത്തിന് മരിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു. പക്ഷെ ഉടനെ മാർട്ടിൻ ലൂതറിന്റെ വൈഫ് ഒരു വെരി സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, ഇങ്ങനാന്ന്: നിങ്ങളുടെ പ്രതികരണം, ഒരു പ്രോബ്ലത്തിൽ നിങ്ങളുടെ പ്രതികരണം കണ്ടാൽ തോന്നും ദൈവം മരിച്ചു പോയെന്ന്. ഏനോ നമ്മുടെ ലൈഫിൽ എല്ലാം പ്രോബ്ലംസ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു പ്രോബ്ലംസിൽ നിന്ന് എടുത്ത് അടുത്ത കാലം നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് വെക്കുന്നത് പ്രോബ്ലി ഒരു നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ടാണ്. പ്രോബ്ലംസ് നെവർ ഗോ അവേ. പക്ഷെ ഒരു കാര്യം എന്നും നിലനിൽക്കുന്നതെന്ന് വെച്ചാൽ ദൈവം, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഗോഡ്. നമ്മുടെ ലൈഫിൽ എത്ര പ്രോബ്ലംസ് വന്നാൽ ദ മോർ വി ട്രസ്റ്റ് ടുവേർഡ്സ് ഗോഡ്, ദ മോർ ഗോഡ് നമ്മളെ രക്ഷിക്കും. നമ്മുടെ കണ്ണുകളെ അടച്ച് അല്പസമയം ദൈവത്തിന് മുമ്പാൽ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇത്ര സൗഭാഗ്യമിക്ഷേതിയിൽ എല്ലാമറ്റെങ്ങും നിശ്ചയമാ. ഇത്ര സൗഭാഗ്യമിക്ഷേതിയിൽ എല്ലാമറ്റെങ്ങും നിശ്ചയമാ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മന്നിലുള്ളൂ.
മന്നിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മന്നിലുള്ളൂ, മന്നിലുള്ളൂ. ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുളും പാണിയാൽ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരിരുൾ പാണിയാൽ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാൽവരിനാഥൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല. കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല. മൃത്യുവെന്നവൻ അത്യുന്നതൻ പിന്നിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. മൃത്യുവെന്നവൻ അത്യുന്നതൻ പിന്നിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. ആശ്രയമേശുവിൻ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. താങ്ക് യു ജീസസ്. ഇങ്ങനെ ഒരു സമയം ദൈവമേ ഞങ്ങളുടെ മുമ്പിൽ നീ തന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ലോർഡ്, വി ഫോൾ ഇൻ ടു ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ലോർഡ്, ബട്ട് വി നോ ദൈവമേ ഞങ്ങൾ നിന്റെ മണ്ടയിൽ കംപ്ലീറ്റ് ആശ്രയം വെക്കുന്നു ദൈവമേ. लॉर्ड वी नो दैट यू आर द वन हु, परमेश्वर आप हमें बचाते हो हर एक प्रॉब्लम से. लॉर्ड वी वांट टू थैंक यू लॉर्ड. നമ്മളൊരു ആരാധനയ്ക്കകത്ത് പോകുമ്പോൾ ദൈവമേ നിന്റെ പവിത്രാത്മാവിന്റെ ഉപസ്ഥിതി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ. ഞങ്ങളത് ചോദിക്കുന്നു ലോർഡ്. ഇൻ അവർ ഡെയിലി ലൈഫ്സ് ലോർഡ് വി നീഡ് യു, നീഡ് യുവർ ഹോളി സ്പിരിറ്റ്സ് പ്രസൻസ് ഇൻ അവർ ലൈഫ്സ് ഫാദർ ലോർഡ്. ദൈവമേ നീ ഞങ്ങളെ സഹായിക്കും, ഞങ്ങളെ അനുഗ്രഹിക്കും, അതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനായി കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും
ഉയർത്തിടാം. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും ഓ തിരുവചന അതിധൈര്യമായി ഉറച്ചിടുക സഹോദരനെ. ഓ തിരുവചന അതിധൈര്യമായി ഉറച്ചിടുക സഹോദരനെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. മിന്നൽ കിണറുകൾ വീശും പെൺമാരിയെ ഓർക്കുമവൻ. മിന്നൽ കിണറുകൾ വീശും പെൺമാരിയെ ഓർക്കുമവൻ. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിലാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിലാ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻഭുജബലത്താൽ. ഓ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻഭുജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. കുരുടരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടർക്കുമേ. മുടന്തുള്ളവർ കുതിച്ചുയരും ൂമരെല്ലാം സ്തുതി മുഴങ്ങും. ഓ മുടന്തുള്ളവർ കുതിച്ചുയരും ൂമരെല്ലാം സ്തുതി മുഴങ്ങും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നിന്ദിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ. നിന്ദിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റു നാം പാടുതീടുക തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. ഓ എഴുന്നേറ്റുക പാടുതീടുക തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഓ പാപം
ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാർ അഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സുതരായിരിപ്പിൻ. ഓ കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സുതരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസന ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളിൽ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നമ്മൾ ഉയർന്നിരിപ്പിൻ കതകുകളിൽ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാർ അഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഓ
ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുമേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുമേ. ഓ പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചില്ല നരനാ. ഓ പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചില്ല നരനാ. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുമേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുമേ. വാതിലുകളെ നിങ്ങൾ കലകളെ വരുന്നിത ജയരാജൻ. ഓ വാതിലുകളെ നിങ്ങൾ തലകളെ വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പേൻ കതകുകളിൽ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പേൻ കതകുകളിൽ യേശുവെ സ്വീകരിപ്പാൻ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുമേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുമേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുമേ. 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 നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. Praise the Lord. Thank you, brothers. May God bless you abundantly. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മനോഹരമായ ഗാനങ്ങൾ പാടി ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുമിച്ച് കർത്തൃപാദപീഠത്തിങ്കൽ വിശേഷാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനാ ധ്വനി ഡൽഹി UP ചാപ്റ്റർ കാണിച്ച നല്ല താല്പര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ഇപ്രകാരം ഒരു ആഗ്രഹം മനസ്സിലുണ്ടാകുകയും അത് ടീമായി ഞങ്ങൾ ഷെയർ ചെയ്യുകയും ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം സോണിൽ നിന്നുകൊണ്ട് സ്തോത്രം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും നമ്മുടെ വിഷയങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാനും കർത്താവ് തരുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും അപ്പച്ചൻ അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ സൂമിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായി സ്തോത്രം. വിശേഷാൽ പ്രാർത്ഥനാ ധ്വനി ഇൻ്റർനാഷണൽ ഡയറക്ടറായിരിക്കുന്ന കർത്താവിൻ്റെ ഉളിദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ദാസന് ദൈവം കൊടുത്ത ദർശനം അത് തനിക്ക് ലഭിച്ച ദിനം മുതൽ ഇന്നയോളം കർത്താവ് ശക്തമായി തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വസ്തതയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് തൻ്റെ ദാസനെ ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന ധ്വനി ഡൽഹി UP ചാപ്റ്ററിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന കർത്താവിൻ്റെ ഉളിദാസൻ പാസ്റ്റർ ജോൺ തോമസ് അവരുടെ ഓർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു. രാത്രികാലം അല്പസമയം ദൈവജനം താൻ നമ്മോട് സംസാരിക്കുവാൻ നമ്മുടെ മുൻഭാഗ്യമുണ്ട്. കർത്താവ് തൻ്റെ ദാസനെ കരങ്ങൾ എടുക്കേണ്ടതിനായി നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. അതുപോലെ കോർഡിനേറ്റേഴ്സ് ആയിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസന്മാർ ഇവാഞ്ചലിസ്റ്റ് വർക്കി P. വർഗീസ്, അതുപോലെ ബ്രദർ MM. സാജുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന പ്രയർ കോർഡിനേറ്റർ ആയിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ എഡിസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റെല്ലാ കൊയർ മെമ്പേഴ്സിനുമായി കൗൺസിൽ മെമ്പേഴ്സിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ വിവിധ രാജ്യങ്ങളുടെ ചെയർമാൻമാരായി കോർഡിനേറ്റേഴ്സായി അതുപോലെ പ്രാർത്ഥന കോർഡിനേറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് എല്ലാ സഹോദരന്മാരെ ഓർത്ത് മറ്റെല്ലാ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്ക് എല്ലാത്തിനും സമയമുണ്ട്, എന്നാൽ ഏറ്റവും കുറവ് സമയം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് മാത്രമാണ്. സ്തോത്രം. നമുക്കറിയാം, വിശേഷാലോ ബോർഡ് എക്സാം എഴുതുവാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ ഒരുപാട് മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയി അത് ശാരീരികമായി ഭവിച്ച് കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ പിശാച് പരാജയ ഭീഷണി മുഴക്കുന്ന സാഹചര്യങ്ങൾ ഉളവാകാറുണ്ട്. എന്നാൽ ഈ ദിനങ്ങളിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം മാതാപിതാക്കൾ, ഒരു കൂട്ടം ദൈവജനങ്ങൾ, ഒരു കൂട്ടം ദൈവദാസന്മാർ ഇപ്രകാരം ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് തന്നെ ഉണ്ട് എന്ന് ആ കുഞ്ഞുങ്ങൾ തിരിച്ചറിയുവാനും അവർ ധൈര്യത്തോടെ ദാവീദ് പറയുന്നത് പോലെ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒരു വലിയ മതിൽ ഈ കുഞ്ഞുങ്ങളുടെ മുൻപിലുണ്ട്, വലിയൊരു പടക്കൂട്ടം ഈ കുഞ്ഞുങ്ങളുടെ മുൻപിലുണ്ട്. അത് കർത്താവിനാൽ ചാടിക്കടക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ രാത്രി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കാം. ദൈവത്തിന് സ്തോത്രം. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയമുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൂം വീഡിയോ ഒന്ന് ഓൺ ചെയ്താൽ അത് നന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് ക്യാമറകൾ അത് ഹല്ലേലൂയ അത് സ്ക്രീൻ അടഞ്ഞു കിടക്കുകയാണ്. അത് തുറന്നു കിട്ടിയാൽ ഒത്തിരി നന്നായിരിക്കും. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യേണ്ടതിനായി കർത്താവിൻ്റെ വീടുദാസൻ പാസ്റ്റർ എഡിസൺ സണ്ണി ഡൽഹി പ്രാർത്ഥന ഡൽഹി UP ചാപ്റ്ററിൻ്റെ പ്രെയർ കോർഡിനേറ്ററാണ് കർത്താവിൻ്റെ ദാസൻ. ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് പ്രെയർ ലീഡ് ചെയ്യുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഈ സമയം നമ്മൾ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുമ്പോൾ നമ്മളെ തന്നെ ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു നെഹമ്യാവെ പോലെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവെ പോലെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പൗലോസ് ലീഗ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന് 4-ാം അധ്യായം 6-ാം വചനത്തിൽ നമ്മൾ പഠിക്കുന്നു, ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ് ബട്ട് ഇൻ എവറിത്തിങ് ബൈ പ്രെയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിങ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ ടു ഗോഡ്. സ്വത്രത്തോടെ നമ്മുടെ പ്രാർത്ഥനയെ അപേക്ഷയെ സർവശക്തനായ ദൈവത്തിൻ്റെ ആമേൻ പക്കലേൽപ്പിച്ച് നമുക്ക് ഓരോരോ വിഷയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ആദ്യം പ്രൈസ് ദി ലോർഡ് പേര് വിളിക്കുന്നതായിരിക്കും. ആ സമയത്ത് പേര് പറയപ്പെടുന്ന ആമേൻ ദേവദാസൻ, അതോ പ്രൈസ് ദി ലോർഡ് ദേവദാസി, അല്ലെങ്കിൽ അമേൻ വിശ്വാസി, പ്രൈസ് ദി ലോർഡ് സിസ്റ്ററോ ബ്രദർ, പ്രൈസ് ദി ലോർഡ് വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് പ്രൈസ് ദി ലോർഡ് ആദ്യത്തെ പ്രാർത്ഥന വിഷയം
ബ്രദർ സാം മാത്യു മിഷൻ കോർഡിനേറ്റർ ആയിരിക്കുന്നത്, കേരളത്തിൽ മിഷൻ കോർഡിനേറ്റർ ആയിരിക്കുന്നത് ബ്രദർ സാം മാത്യു. പ്രാർത്ഥന കേൾക്കണമേ. നമ്മൾ ആദ്യത്തെ വിഷയം എടുത്ത് പ്രാർത്ഥിക്കുന്ന ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറാകുന്ന പിള്ളേരെ, കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കും. 10th 12th ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറാകുന്ന പിള്ളേരെ ഓർത്ത്, കൊച്ചുക്കളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാം. ഇപ്പോൾ അവരൊക്കെ പ്രീ ബോർഡ് എക്സാംസിനൊക്കെ അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേക കൊച്ചുങ്ങൾ പാസ്റ്ററുടെയും വിശ്വാസികളുടെയും തന്നെയല്ല അനേക പ്രൈസ് ദി ലോർഡ് മതത്തിലെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ പ്രൈസ് ദി ലോർഡ് ഈ സമയത്ത് എക്സാം എഴുതുമ്പോൾ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മെൻ്റൽ സ്ട്രെസ് കാരണത്താൽ, അനേക പ്രശ്നങ്ങൾ കാരണത്താൽ ചിലർ അവർ എക്സാമിൽ മറക്കുവാൻ, അവർ ഫോർഗറ്റ് ചെയ്യുവാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. അന്നേരം അവരുടെ ടെൻഷനൊക്കെ ന്യൂട്രലൈസ് ആകുവാനൊക്കെ ദൈവ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരിക്കുവാൻ വേണ്ടി നമ്മൾ ഈ സമയത്ത് അവരെയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. ഈ സമയത്ത് ബ്രദർ സാം, പ്രൈസ് ദി ലോർഡ്, മിഷൻ കോർഡിനേറ്റർ ആയിരിക്കുന്ന കേരളത്തിലെ, പ്രാർത്ഥിക്കണമേ. ബെഹ്റിനാ പ്രാർത്ഥിക്കുന്നത്, സാമാത്യു ബെഹ്റിനാണേ. ഓക്കെ, ബെഹ്റിൻ. ഓക്കെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പ്രിയ കർത്താവേ, അനുഗ്രഹമേറിയ ഈ വൈകിയ വേളയിൽ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങയുടെ സന്നിധാനത്തോട് അടുത്തു വരുന്ന കർത്താവേ, ഏതു നേരത്തും ഞങ്ങൾക്ക് ഓടിയണയുവാൻ നല്ലൊരാശ്രയവും അഭയകേന്ദ്രവും സങ്കേതവും അങ്ങയുടെ സന്നിധാനമാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വം കരയേറ്റുന്നു കർത്താവെ. പ്രതിയാൽ പ്രാർത്ഥനാധ്വനിയുടെ കർത്താവ് ഈ പ്രത്യേക അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ കർത്താവ് വിവിധ രാജ്യങ്ങളിൽ, വിവിധ ടൈം സോണുകളിൽ കർത്താവെ, ഞങ്ങളുടെ കർത്താവെ, പ്രിയപ്പെട്ടവർ, ദൈവദാസന്മാർ, ദൈവമക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, ദൈവദാസന്മാരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കർത്താവെ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയായി കൂടി വരുവാൻ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവ് ഞങ്ങൾക്കൊരു അവസരം തന്നല്ലോ. ഇതിന് നേതൃത്വം നൽകുന്ന കർത്താവ് UP ഡൽഹി ചാപ്റ്റേഴ്സിനായി, അതിൻ്റെ കർത്താവെ ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇങ്ങനെ അവരുടെ മനസ്സിൽ കൊടുത്ത നല്ല ഒരാഗ്രഹത്തിനായി, ഒരാശയത്തിനായി സ്തോത്രം. പ്രതിയാൽ ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ദൈവദാസന്മാരുണ്ട് കർത്താവെ. ഹല്ലേലൂയ. പ്രിയ ദൈവദാസന്മാർ ദൈവസേനയിൽ വെച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ ബോർഡ് എക്സാം 10th കർത്താവെ 12th ഒക്കെ ബോർഡ് എക്സാം എഴുതുന്ന ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ലോകപ്രകാരമായി അവർക്ക് വേണ്ട വിദ്യാഭ്യാസം ആവശ്യമാണല്ലോ പ്രിയ പിതാവേ. അവർ കർത്താവെ സ്തോത്രം പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും ശ്രദ്ധയോടെ വളരെ സൂക്ഷ്മമായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുവാൻ അവർക്ക് ആവശ്യമായ എല്ലാ ബുദ്ധി, ജ്ഞാനം, ഓർമ്മശക്തി ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ശ്രദ്ധയോടെ പഠിക്കുവാൻ, പഠിച്ചതൊന്നും മറന്നു പോകാതെ കർത്താവെ, എല്ലാ കർത്താവെ നല്ല കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ഓർമ്മശക്തിയോടെ അവരുടെ കർത്താവെ ഓരോ സബ്ജക്റ്റ് അപ്പിയർ ചെയ്യുമ്പോഴും കർത്താവെ ഹല്ലേലൂയ ഉന്നതമായ വിജയം കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങ് നൽകി കൊടുക്കണമേ കർത്താവെ. സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുതെന്ന് പറഞ്ഞ കർത്താവെ, അവരെ സ്നേഹിക്കുകയും അവരോട് വാത്സല്യം കാണിക്കുകയും അവരെ കരുതുകയും ചെയ്ത നല്ലൊരു കർത്താവ് ഞങ്ങളുടെ കർത്താവ്. വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളുടെ അറിവിൽപ്പെട്ട, ഞങ്ങളുടെ കർത്താവെ അല്ലെങ്കിൽ സഭയിൽപ്പെട്ട ഞങ്ങളുടെ കർത്താവ് എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് വേണ്ട എല്ലാ ബുദ്ധി, ജ്ഞാനവും, ദൈവകൃപയും, ഓർമ്മശക്തിയും എല്ലാം ദൈവ ഉയരത്തിൽ ദാനം നൽകണമേ കർത്താവെ. ഈ കർത്താവെ എക്സാമിന്റെ കാലയളവുകൾ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിൽ രോഗമോ ഭാരമോ അനർത്ഥമോ അപകടമോ വീഴ്ച ഒന്നും ഭവിക്കരുത് കർത്താവെ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ കർത്താവെ പൂർണ്ണമായ കരുതലും കാവലും സംരക്ഷണ വലയത്തിൽ പ്രിയ കുഞ്ഞുങ്ങളെ പരിപാലിച്ചു കൊള്ളണമേ കർത്താവെ. നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ കർത്താവ് ഈ സാഹചര്യങ്ങളും കാലഘട്ടവും ഒക്കെ കർത്താവെ അല്ലെങ്കിൽ വളരെ മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ മധ്യേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സൂക്ഷിക്കണമേ. പരിശുദ്ധ ആത്മാവിന്റെ അല്ലെങ്കിൽ കവറപ്പ് അവർക്കുണ്ടായിരിക്കണം, സംരക്ഷണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരെ ഉപദേശിച്ച് നടക്കേണ്ടത് വഴിയിൽ കർത്താവെ നടത്തുന്ന പരിശുദ്ധ ആത്മാവെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ ആത്മീയരായി കർത്താവ് ലോകത്തിന് ഒരിക്കലും അനുരൂപപ്പെടാതെ മാതൃകയുള്ള ദൈവവചനം അനുസരിക്കുന്ന കർത്താവെ നല്ല
അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി തീരുവാൻ, ലോകപ്രകാരം നേടുന്ന വിദ്യാഭ്യാസം മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിലുള്ള പരിജ്ഞാനവും ദൈവകൃപയും അവരനുഭവിച്ച് കർത്താവെ പ്രാർത്ഥനയിലൊക്കെ അവർ ഉറ്റിരിക്കുവാനും, കർത്താവെ അതിലൊക്കെ തികഞ്ഞു വരുവാനും, കർത്താവെ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കർത്താവെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അവരുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു. ദൈവം ഞങ്ങൾക്ക് നൽകുക കൃപയ്ക്കനുസരിച്ച് ഞങ്ങൾ കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി തീരട്ടെ കർത്താവെ. അവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് പ്രിയ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തുടർന്നുള്ള മാസങ്ങളിൽ അതിന്റെ റിസൾട്ട് ലഭിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു എന്ന സാക്ഷ്യം കേൾക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം. ഓരോ സെഷനും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും അവസാന നിമിഷം വരെ ഉണ്ടാകട്ടെ. മഹത്വം അങ്ങേക്ക് തന്നെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സർവശക്തനായ ദൈവം, നമ്മുടെ പ്രാർത്ഥനയായ ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ബ്രദർ ജോജോ മാത്യു പ്രൈസ് ലോർഡ് പ്രാർത്ഥനയിൽ സഹകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ രണ്ട് വിഷയം എടുത്ത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്. ഒന്നാമത്തെ വിഷയം, ആമേൻ, ഈ ബോർഡ് എക്സാം ഒക്കെ നടക്കുന്ന സമയത്ത് ആമേൻ നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും ഉണ്ടാകുവാൻ ഇടവരുത്തരുത്. എർത്ത് ക്വേക്കോ പിന്നെ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ ഇടവരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ആ സമയത്ത് പാൻഡമിക്സോ അങ്ങനെയുള്ള മഹാമാരികളൊന്നും ലോക്ക്ഡൗണോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. ഈ ബോർഡ് എക്സാം, ഈ ഒന്നാമത്തെ വിഷയം ഇതാണ്, പ്രാർത്ഥന വിഷയം. രണ്ടാമത്തത് ആമേൻ പ്രൈസ് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. അനേക കൊച്ചുങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസ് ഈ ഏജിൽ ഈ സമയത്തൊക്കെ ഒത്തിരി പിള്ളേർ ഇമ്മ്യൂണിറ്റി ലോസ് അല്ലെങ്കിൽ വേറെ രീതി കാരണത്താൽ വൾണറബിളാണ്, ഹെൽത്ത് ഇഷ്യൂസിനോട് വൾണറബിളാണ്. അന്നേരം നമ്മൾ ഈ രണ്ട് വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേൻ. ഒന്നാമത്തെ വിഷയം പാൻഡമിക്സോ അങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസോ ഒന്നും ഉണ്ടാകുവാൻ ഇടവരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്നാമത്തെ വിഷയം പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ വിഷയം പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ഈ സമയത്തൊക്കെ അവരെല്ലാം ഹെൽത്തി ആയിരിക്കുവാനും ആർക്കും പനിയോ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ ജോജോ മാത്യു കേരളത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിൽ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടങ്ങയെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്ത കർത്താവേ, ഈ നല്ല സന്ധ്യയെങ്കിൽ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവാൻ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്ത കർത്താവേ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഇടയിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗം നൽകി തന്ന നല്ല മുഖാന്തരത്തിനായി നന്ദി പറയുന്ന കർത്താവേ, അവിടുന്ന് തന്ന തലമുറകളാണ് കർത്താവേ. അവരുടെ ഭാവി ധന്യവും അനുഗ്രഹവുമായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് ഞങ്ങൾ ഒരിക്കലും ദുഃഖിക്കുവാൻ അനുവദിക്കരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ തലമുറകളുടെ ഭാവിയെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങൾ കർത്താവെ അവർ മോഡൽ എക്സാമുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അവരുടെ കർത്താവെ ഫൈനൽ എക്സാമുകളൊക്കെയും ആരംഭിക്കുവാൻ പോകുന്നല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ഏറ്റവും ഭദ്രമായ നിലയിൽ കാലാവസ്ഥയുടെ ഒരു പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ മഹാമാരികളോ ഒന്നും ഉണ്ടാകുവാൻ അനുവദിക്കാതെ ഞങ്ങളുടെ രാജ്യത്തെ ദേശത്തെയൊക്കെ സ്വർഗം അവിടുന്ന് സൂക്ഷിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നും കടന്നു വരുവാൻ അനുവദിക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ പല വിധത്തിലുള്ള കോവിഡ് മറ്റ് പല പ്രതിസന്ധികളെ കർത്താവെ നേരിടുവാനിടയായി തീർന്നു. എന്നാൽ ഞങ്ങളുടെ തലമുറകൾ ഈ നാളുകൾ എക്സാം എഴുതുവാൻ പോകുന്ന സമയങ്ങൾ അവരുടെ പഠന മേഖലകൾ, അവരുടെ ഭവനം, അവരുടെ സ്കൂളുകൾ, അവരുടെ എക്സാം സെന്ററുകളൊക്കെയും ഒരു നിലയിലും ഒരു പ്രതിസന്ധിക്കോ പ്രയാസത്തിനോ ഇടവരുത്താതെ ദൈവം അവയ്ക്കുകയും അവിടുന്ന് ഭദ്രമായി സൂക്ഷിക്കുകയും ഞങ്ങളുടെ തലമുറകൾ കടന്നുപോയി വളരെ സന്തോഷത്തോടെ അവരുടെ എക്സാമുകൾ എഴുതുവാനും നല്ല റിസൾട്ട് അവർക്ക് ലഭിച്ചു എന്ന് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഈ പ്രാർത്ഥനാധ്വനി ഞങ്ങൾ ഒത്തുചേർന്നിരുന്നു പ്രാർത്ഥിച്ചത്
ഞങ്ങളുടെ ഓരോ തലമുറകൾക്കും അനുഗ്രഹമായെന്ന് കേട്ട ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ അല്ലാതെ മറ്റെങ്ങും ഈ പ്രാർത്ഥന അപേക്ഷിക്കുവാൻ ഇടമില്ല. ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ദൈവം അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ തലമുറകളെ ഒക്കെയും ആ മേഖലയിൽ അവിടുന്ന് ഭദ്രമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും അവർക്ക് വേണ്ടതായ ബുദ്ധിയും പരിജ്ഞാനവും വിവേകവും ഒക്കെയും നൽകി അവിടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അവരുടെ കരങ്ങളിൽ ലഭിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെയും തക്കതായ ആൻസറുകൾ എഴുതുവാനുള്ള ബുദ്ധിയും പരിജ്ഞാനവും ഒക്കെ അവർക്ക് കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും ഒരു രോഗത്തിന് കീഴ്പ്പെടുവാൻ അനുവദിക്കരുത്. പ്രത്യേകിച്ച് കർത്താവേ, ഈ നാളുകൾ കർത്താവേ, പല വിധത്തിലുള്ള ബാധകള് ദേശത്തിന്റെ ഇതര മേഖലകളിൽ വ്യാപരിക്കുന്നു. പ്രത്യേകിച്ച് പനിയുടേതായ ബുദ്ധിമുട്ടുകള്, ചുമയുടേതായ ബുദ്ധിമുട്ടുകള്, ഈ നാളുകളിൽ പല മേഖലകളിലും കോവിഡിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഏറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ പോലും അത് അലട്ടുവാൻ അനുവദിക്കാതെ, പ്രത്യേകിച്ച് കർത്താവേ, ബോർഡ് എക്സാം എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും എൻ്റെ യേശുവിന്റെ രക്തത്തിൽ മുദ്രയിട്ട് അവിടുന്ന് കാക്കുവാൻ ഞങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അവരോട് ചേർന്ന് എക്സാം എഴുതുന്ന മറ്റ് ജാതികളിൽപ്പെട്ട കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങൾ തരുന്ന കർത്താവേ, അവരെയും അവിടുത്തെ കരങ്ങളിൽ ഭദ്രമായി വഹിക്കുവാൻ, അവർക്കും വേണ്ടതായ ബുദ്ധിയും പരിജ്ഞാനവും കൊടുക്കുവാൻ, അവർ പാർക്കുന്ന ദേശങ്ങളിൽ, അവരുടെ പാർക്കുന്ന ഭവനങ്ങളിൽ, അവരുടെ സ്കൂൾ മേഖലകളിൽ ഒന്നും ഒരു അനർത്ഥമോ ഭാരമോ ഒന്നും നേരിടുവാൻ അനുവദിക്കാതെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അവരുടെ മേൽ ഉണ്ടായിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ കർത്താവേ, ഈ പ്രയർ ഗ്രൂപ്പിൽ കൂടെ കർത്താവേ തലവണങ്ങിയിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഇതിൽ ഈ പ്രാർത്ഥനയെ സഹകരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് സഹകരിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെയും പിതാവിന്റെ കരങ്ങൾ തരുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വരെ ഒരുപോലെ ഞങ്ങൾ ഒത്തുചേർന്ന് പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് അവിടുത്തെ രക്തത്തിൽ മുദ്രയിടുന്ന കർത്താവ് അങ്ങനെ തന്നെ ചെയ്തിരിക്കുക. ആ സ്തോത്രം, മഹത്വവും മാനവും കർത്താവാം ദൈവത്തിന് അർപ്പിക്കുന്നു. വേഗം വരുന്ന നാമത്തെ താഴ്മയും വിനയമായി അപേക്ഷിക്കുന്നു. ദേവതോതി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. നമ്മൾ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, 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 സ്തോത്രം. അടുത്ത വിഷയം ഹല്ലേലൂയ. പാസ്റ്റർ റെനു വർഗീസ് കുവൈറ്റ് ചെയ്ത് ആമേൻ പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പ്രാർത്ഥന വിഷയമാണ് ആമേൻ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കാരണത്താൽ, ആമേൻ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണത്താൽ അനേക കൊച്ചുങ്ങളെ സ്കൂളിൽ വിടുവാൻ ആമേൻ പ്രയാസമുള്ള അനേക മാതാപിതാക്കളുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട് ഉയർന്ന നല്ല നിലവാരത്തിൽ ഞങ്ങളുടെ കൊച്ചുങ്ങൾ വരണം. എനിക്ക് സംഭവിച്ചതുപോലെ എൻ്റെ കൊച്ചുങ്ങൾക്ക് വരരുത്, അവർ നല്ല സ്കൂളിൽ പഠിക്കണം. പ്രൈസ് ദ ലോർഡ്. പക്ഷേ ആമേൻ അവരുടെ കരത്തിൽ, അവരുടെ കയ്യിൽ, അവരുടെ പേഴ്സിൽ അത്രയും പൈസയില്ല. അങ്ങനെ പലവിധ രീതിയിലുള്ള സാഹചര്യങ്ങൾ. പ്രൈസ് ദ ലോർഡ്. ആ രീതിയിലുള്ള കൊച്ചുങ്ങളെയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. സ്കൂളിലാണേലും ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ആമേൻ എൻവിഷൻ ചെയ്യുന്ന അനേക കൊച്ചുങ്ങളുണ്ട്. 12th കഴിഞ്ഞിട്ട് ഹയർ എഡ്യൂക്കേഷനിൽ പോകുവാൻ അവർ പ്രീ പ്ലാൻഡ് അല്ലെങ്കിൽ ഡിസിഷൻസ് ചെയ്ത് വെച്ചേക്കുന്ന, അവർക്ക് നല്ല മാർക്ക് ആ രീതിയിൽ അവർ പഠിക്കുവാൻ വേണ്ടി പല രീതിയിലുള്ള പ്ലാൻസ് അവരുടെ മനസ്സിലുണ്ട്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ആ രീതിയിലുള്ള കൊച്ചുങ്ങളെയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ദൈവം അവരെ സഹായിക്കുവാൻ വേണ്ടി. ഒന്നാമത്തെ വിഷയം അതാണ്. രണ്ടാമത്തെ വിഷയം പ്രൈസ് ദ ലോർഡ്. അനേക കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകുവാൻ അല്ലെങ്കിൽ അവസരം കിട്ടാതെ അനേക കൊച്ചുങ്ങളുണ്ട്. നമ്മളിപ്പോൾ അറിയാമല്ലോ, പ്രൈസ് ദ ലോർഡ്, പൊളിറ്റിക്കൽ ചേഞ്ച് കാരണത്താൽ അനേക കൊച്ചുങ്ങൾ സ്കൂളിൽ പോകുവാൻ ഒക്കാതെ രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട്. ഇസ്രായേലിലും മണിപ്പൂരിലൊക്കെ ആയിരിക്കുന്ന സിറ്റുവേഷൻസ് നമ്മളറിയാം. മണിപ്പൂരിലും ഇസ്രായേലിലൊക്കെ വലിയ ഫൈറ്റ്സ്, കമ്മ്യൂണൽ റയറ്റ്സ് ഒക്കെ കാരണത്താൽ ആ കൊച്ചുങ്ങളുടെയൊക്കെ ഭാവി എന്തായിത്തീരും. പ്രൈസ് ദ ലോർഡ്. നമുക്കൊന്നും നമ്മൾ ചിന്തിക്കാനേ ഒക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. അന്നേരം നമ്മൾ അതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാതെ, നല്ല പഠിത്തമുള്ള നല്ല ടാലൻസ് ഉള്ള കൊച്ചുങ്ങളാണ്, പക്ഷേ അവരുടെ ടാലൻസ് ഡെവലപ്പ് ചെയ്യുവാൻ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ആ രീതിയിലുള്ള കൊച്ചുങ്ങളൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയങ്ങൾ, പ്രൈസ് ദ ലോർഡ്, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കാരണത്താൽ ആമേൻ സ്കൂളിലോ ഹയർ എഡ്യൂക്കേഷനിലോ പോകാതിരിക്കുന്ന കൊച്ചുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി ദൈവം വഴിയും വാതിലും തുറക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. രണ്ടാമത്തത് പ്രൈസ് ദ ലോർഡ് ആമേൻ ഈ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ, കമ്മ്യൂണൽ റൈറ്റ്സ്, ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണത്താൽ പ്രിവിലേജസ് കിട്ടാതിരിക്കുന്ന അനേക കൊച്ചുങ്ങളുടെ സ്കൂളിൽ പോകാതെ വീട്ടിൽ ഇരിക്കുന്ന അനേക കൊച്ചുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ രണ്ട് വിഷയത്തെ ഓർത്ത് പാസ്റ്റർ റെനു വർഗീസ് കുവൈറ്റിൽ നിന്ന് പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, അനീതമേറിയ നല്ല ഈ നിമിഷത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഒരു പ്രാവശ്യവും കൂടെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ സുഖത്തിലപ്പച്ച ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ ധ്വനി ഡൽഹി UP ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനാ സംഗമമായി കർത്താവേ സ്പെഷ്യൽ ഞങ്ങളുടെ ഹല്ലേലൂയ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രകാരം ഒരു അവസരം ദൈവമേ ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവം എല്ലാവരെയും സഹായിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്പെഷ്യൽ കർത്താവേന്റെ ദാസൻ പറഞ്ഞതായിരിക്കുന്ന വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വിദ്യാഭ്യാസം ചെയ്യുന്ന കർത്താവേ, എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവമേ ഹല്ലേലൂയ. സ്തോത്രം. വിദ്യാഭ്യാസത്തിന് കർത്താവേ, ഹല്ലേലൂയ. ഹയർ സ്റ്റഡിക്ക് വേണ്ടിയൊക്കെ കർത്താവെ ആഗ്രഹിച്ച് വളരെ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്, അനേക മാതാപിതാക്കളുണ്ടപ്പാ. ദൈവമേ ഹല്ലേലൂയ. സ്തോത്രം. സാമ്പത്തികമായി വളരെ ഭാരത്തോടായിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് ദൈവമേ, അവർക്ക് വേണ്ടി ദൈവം വഴികൾ ദൈവം തുറക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന് ദൈവമേ മക്കളെ ദൈവമേ അങ്ങ് മാനിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോൺ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ കർത്താവേ, ഹല്ലേലൂയ. സാമ്പത്തികം ലഭിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട് ദൈവമേ, എല്ലാ തടസ്സങ്ങളെയും ദൈവമേ അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകസമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് കർത്താവേ പിതാവിനോട് ചോദിക്കുന്ന ഏത് കാര്യത്തിന്മേലും പുത്രന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് നൽകി തരാമെന്ന് വിളി ചെയ്തവനായ കർത്താവ്, ഇന്ന് വൈകസമയം കർത്താവേ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അത്ഭുതം ചെയ്യണമേ. അതുപോലെ കർത്താവേ, പല കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം ചെയ്യുവാൻ കർത്താവെ വളരെ ആഗ്രഹമുണ്ടെന്നാൽ കർത്താവെ ഹല്ലേലൂയ പലവിധമായ നിയമങ്ങളുടേതായിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം പല സ്ഥലങ്ങളിൽ കർത്താവെ ഭാരപ്പെടുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. മണിപ്പൂര്, മറ്റ് ഇസ്രായേലില്, മറ്റ് വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ കർത്താവെ പ്രകാരം കർത്താവ് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വൈകസമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ദൈവം ഒരു പുതുവഴി ദൈവം തുറക്കണമേ കർത്താവെ. അധികാരികളോട് ദൈവം സംസാരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടതായ വിദ്യാഭ്യാസം, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഹല്ലേലൂയ ഭാവി കുഞ്ഞുങ്ങൾക്കെല്ലാം ദൈവം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങൾ അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്നതോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥന കർത്താവിലേക്കായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥനയായ ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്ത വിഷയം പാസ്റ്റർ ആൻസ് മോൻ ഡൽഹിയിൽ നിന്ന് ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രാർത്ഥന വിഷയങ്ങൾ കേൾക്കണമേ. അതാണ് നമ്മൾ ഒന്നാമത്തെ വിഷയമാണ് പ്രാർത്ഥന പ്രയർ പോയിന്റ്സ് ആണ്. ആമേൻ. ഹല്ലേലൂയ. അനേക യുവജനങ്ങളാണേലും കൊച്ചുങ്ങളാണേലും സ്കൂളിൽ പോകുവാൻ അവർക്ക് ആഗ്രഹമില്ല, അവിടെ പോയി പഠിക്കുവാൻ അവർക്ക് തീരെ ആഗ്രഹമില്ല. മാതാപിതാക്കൾ ആമേൻ കഷ്ടപ്പെട്ട് പല രീതിയിലുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുമ്പോൾ, സ്കൂളിൽ കൊണ്ടുപോകുവാൻ വേണ്ടി പല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അവർക്ക് അവിടെ പോയി പഠിക്കുവാനുള്ള മനസ്സില്ല. അവർക്ക് മൊബൈൽ അഡിക്റ്റായിട്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ ഇവിടെയും ചീട്ട് കളിക്കുവാനും ലഹരി പദാർത്ഥങ്ങളൊക്കെ അത് എടുക്കുവാനും ഒക്കെ മനസ്സിൽ അവിടെ ഇവിടെയും വേവാർഡഡായിരിക്കുന്ന സ്ട്രീറ്റ് ചിൽഡ്രനെ ഓർത്ത് പിള്ളേരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾക്ക് വേണ്ടി വലിയ ഭാരവും വിഷമത്തിൻ്റെ കാരണമായിരിക്കുന്ന പിള്ളേരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് സ്കൂളിൽ പോകുവാൻ തീരെ മനസ്സില്ലാതെ അവർ പകുതി വരെ അവർ 8ാം ക്ലാസ്സോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ പകുതിയൊക്കെ ആയിട്ട് അവർ വേറെ ബിസിനസ്, വേറെ കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പിള്ളേരെയൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ സഹായിക്കുവാനും ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ തുടർന്ന് സ്കൂളിൽ പോകുവാനും അവരുടെ പഠന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കും നല്ല ഒരു സൊസൈറ്റിക്ക് വേണ്ടി ഒരു ബ്ലെസ്സിങ് ആയി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് രണ്ടാമത്തെ വിഷയമാണ് യുവജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എസ്പെഷ്യലി നമ്മുടെ ചർച്ചുകളിലൊക്കെ പ്രൈസ് ദി ലോർഡ് പോയി ഹല്ലേലൂയ PYPയിലാണേലും അനേക ആക്ടിവിറ്റീസിലൊക്കെ ആയിരിക്കുന്ന യുവജനങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാം.
ആമേൻ, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ യുവജനങ്ങളെ പിള്ളേരെയൊക്കെ തെറ്റിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ ആയതിനാൽ പ്രൈസ് ദ ലോർഡ് യുവജനങ്ങളുടെ ആത്മീയ ആമേൻ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അവരിലൊരു റിവൈവൽ വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ ആമേൻ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ ആൻസൺ മോൻ ഡൽഹിയിൽ നിന്ന് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവേ, അങ്ങയുടെ ദാസൻ അങ്ങയുടെ ദാസനോടെ കേൾക്കപ്പെട്ടതായ സകല വിഷയങ്ങളും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശേഷാൽ പഠിക്കുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും പഠനം ഉപേക്ഷിച്ച് പഠനത്തോട് താല്പര്യമില്ലാതെ കർത്താവ് ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന മോഹങ്ങൾ അടിമപ്പെട്ട് വിവിധ നിലകളിൽ ജീവിക്കുന്ന ഞങ്ങളുടെ യുവജനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാതാപിതാക്കൾ അവരുടെ പഠനത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ മാതാപിതാക്കളുടെയും ഭവനത്തിൻ്റെയും താല്പര്യം അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിതത്തെ ക്രമീകരിച്ച് തങ്ങളുടെ ഭാവിയെ തന്നെ നശിപ്പിച്ചു കളയുന്നതായിരിക്കുന്ന ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ മോഹങ്ങൾക്കും അധീനപ്പെട്ട് ജീവിക്കുന്ന എല്ലാ യുവതി യുവാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകാല ഈ കാലഘട്ടം കുഞ്ഞുങ്ങളെ മൊബൈൽ അഡിക്റ്റ് ആയിട്ട് പഠിക്കാൻ താല്പര്യമില്ലാത്തവരായി തീരുമ്പോൾ, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി തീരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ. ഈ ദിവസങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശത്രുവായവൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കെതിരായി പോരാടുമ്പോൾ ആമേൻ വിവിധ മോഹങ്ങൾക്ക് അവരെ അധീനരാക്കി തീർക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ. കർത്താവിന്റെ സുരക്ഷിതമായ കരങ്ങളിൽ ഞങ്ങളുടെ ആമേൻ ചെറുപ്പക്കാരെ എല്ലാം ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർ പഠിക്കാൻ താല്പര്യമുള്ളവരും നല്ല ഭാവി കണ്ടെത്തുവാൻ ഉത്സാഹിക്കുന്നവരും ഓരോ ദിവസവും കർത്താവിന്റെ പാദപീഠയിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ സ്വർഗം ഞങ്ങളുടെ ആമേൻ തലമുറകളെ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യൗവനക്കാർ ആത്മീകമായി താല്പര്യമുള്ളവരായി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്നവരായി ആമേൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവിന്റെ വേലയിൽ ആമേൻ അധികം പ്രയോജനപ്പെടുവാൻ അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപയും ദാനങ്ങളും കർത്താവ് നൽകി അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി പറയപ്പെട്ടതായ എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. ആമേൻ. ഈ ദിവസങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് സന്ദർശിക്കുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ശേഷാൽ കർത്താവേ, മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുന്ന ആമേൻ അവസരങ്ങളെ വിനിയോഗിക്കാൻ കഴിയാതെ വണ്ണം ശത്രു ആമേൻ ഭാവിയെ തകർത്ത് കളയുവാൻ ശത്രുവിന്റെ കരങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഈ ദിവസങ്ങൾ ഒരു വിടുതൽ പ്രാപിച്ച് അവരുടെ ഭാവി കെട്ടിപ്പടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ദാനങ്ങളും കൊടുത്ത് കർത്താവ് കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ യൗവനക്കാല ദിവസങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറഞ്ഞ് അന്യഭാഷകൾ ആരാധിച്ച് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗം സഹായിക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന യാചന സ്വർഗം കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥനയായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ സമയം ആമേൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ചർച്ച് തലമുറ ബേസിസിലാണ് നമ്മുടെ ചർച്ച്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇത് അടുത്ത വിഷയം അത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അടുത്ത വിഷയം സിസ്റ്റർ റീന റൂബേൻ കേരളത്തിൽ നിന്നാണ്. സിസ്റ്റർ റീന റൂബേൻ കേരളത്തിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ചർച്ച് ഒരു തലമുറ ബേസിസാണ് അതിൻ്റെ ഗ്രോത്ത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആമേൻ ഈ സമയം നമ്മൾ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ആമേൻ ബൈബിൾ സ്കൂൾസിലൊക്കെ അനേക പിള്ളേരുടെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സമയമാണ്. ആമേൻ. അനേകർ ദൈവവേലയിൽ പ്രൈസ് ദി ലോർഡ് അവർ ആമേൻ ഇറങ്ങുവാൻ അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനേക ബൈബിൾ സ്കൂൾസൊക്കെ അത് കാരണത്താൽ അടച്ചു പൂട്ടി. പ്രൈസ് ദി ലോർഡ്.
ആമേൻ. നമ്മൾ പ്രവചന പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ആരെനിക്ക് വേണ്ടി പോകുന്ന ദൈവം ചോദിച്ച പോലെ ഇന്ന് അതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ, വലിയൊരു ചോദ്യചിഹ്നമാണ് ചർച്ചിൻ്റെ മേളിൽ. ദൈവവേലയ്ക്ക് വേണ്ടി ആരിറങ്ങും? പ്രൈസ് ദി ലോർഡ്. അനേകർ എൻജിനീയറും ഡോക്ടേഴ്സും അങ്ങനെ ആ മേഖലയിൽ അങ്ങ് പ്രൈസ് ദി ലോർഡ് പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ് അനേക കൊച്ചുങ്ങൾ ആമീൻ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാതെ അവർ ആമീൻ ഡൈവേർട്ടഡായി പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വിഷയത്തെ ഓർത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഒരു വലിയ ആമീൻ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ചർച്ചിൻ്റെ തലമുറ ദൈവത്തിന് വേണ്ടി ഇറങ്ങുവാൻ, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ പ്രൈസ് ദി ലോർഡ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അനേക ലീഡേഴ്സിനെ ദൈവം ഉയർത്തണമേ. അനേക ആമീൻ വില്ലേജസ്, അനേക ടൗൺസ് പ്രൈസ് ദി ലോർഡ് ഇന്നും ഇന്ത്യയിൽ ആമീൻ ഇവാഞ്ചലിസത്തിന് വേണ്ടി റെഡിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവാഞ്ചലിസം അവിടെ എല്ലാം സ്പ്രെഡ് ആകണം. പ്രൈസ് ദി ലോർഡ്. അനേക വില്ലേജസ് ഇപ്പോഴും ആമീൻ ഇവാഞ്ചലിസത്തിന് വേണ്ടി പാസ്റ്റർമാരില്ലാതെ, ചർച്ചില്ലാതെ ആയിരിക്കുന്ന അനേക പിൻകോഡുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളായതിനാൽ പ്രൈസ് ദി ലോർഡ് ഈ വിഷയത്തെ ഓർത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ, അനേക ആമീൻ വ്യക്തികളെ എഴുന്നേൽപ്പിക്കുവാൻ, ദൈവവേലയ്ക്ക് അനേക പിള്ളേർ, അനേക യുവജനങ്ങൾ സമർപ്പിക്കപ്പെടുവാൻ പ്രൈസ് ദി ലോർഡ്. ICPF ആ രീതിയിലുള്ള അനേക ഓർഗനൈസേഷൻ പിന്നെയും ദൈവത്തിന് വേണ്ടി പല രീതിയിൽ പ്രയോജനപ്പെടുവാൻ ഹല്ലേലൂയ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സിസ്റ്റർ റീന റൂബേൻ കേരളത്തിൽ നിന്ന് പ്രാർത്ഥന ആമേൻ സഹായിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധന നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി വേണ്ടി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവേ, ഇപ്രകാരം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിച്ച കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, നാളുകളിൽ കർത്താവേ, തലമുറകൾ കർത്താവേ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവേ ഹല്ലേലൂയ നശിച്ചുപോകുന്ന അനേക തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവേ ഹല്ലേലൂയ അവരൊക്കെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതുവയ്ക്കായി സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ സ്തുതിക്കുന്ന കർത്താവേ, പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെ ഓർത്ത്, മക്കളെ ഓർത്ത് കരവിനെന്ന് ഞങ്ങളോട് പറഞ്ഞ വചനം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഈ നാളുകളിൽ ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് കരയുവാൻ, ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. ഞങ്ങളുടെ തലമുറകളൊക്കെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനിടയാകണമേ കർത്താവേ. ദൈവമേ, അങ്ങയുടെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്ന കുഞ്ഞുങ്ങളാക്കി അവരെ തീർക്കണമേ കർത്താവേ. ഈ ലോക സംഭവങ്ങളൊക്കെയും കർത്താവിന്റെ വരവിന് വിളിച്ചറിയിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ തലമുറകളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ക്രിസ്തുവിന്റെ നല്ല മുഖപത്രങ്ങളാക്കി കുഞ്ഞുങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം കർത്താവേ, അങ്ങയുടെ ഹല്ലേലൂയ ദൈവമേ വേലയ്ക്ക് വേണ്ടി അനേക കുഞ്ഞുങ്ങൾ ഈ നാളുകളിൽ സമർപ്പിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ മഹത്വമേറിയ വേലയ്ക്കായ അനേക കുഞ്ഞുങ്ങളോട് സ്വർഗം ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ അങ്ങയുടെ വചനം പഠിക്കുവാൻ, നിശ്ചയം പ്രാപിക്കുവാൻ, അങ്ങയുടെ വയൽപ്രദേശത്ത് അധ്വാനിക്കുവാൻ, അനേക ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ തക്കവണ്ണം കർത്താവ് ഹല്ലേലൂയ നാളുകളിൽ തലമുറകളോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവമേ സ്തോത്രം കർത്താവേ, പ്രയർ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ തലമുറകളെല്ലാം ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വലിയൊരു ദൈവ പ്രവൃത്തി കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു പിതാവേ. സ്വർഗം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലമാനവും മഹത്വവും പുകഴ്ചയും എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ആമേൻ. സർവശക്തനായ ദൈവം, നമ്മുടെ പ്രാർത്ഥനയായ ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ആമേൻ. അടുത്ത വിഷയം ഹല്ലേലൂയ എടുത്ത് പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ഹല്ലേലൂയ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരുന്ന അനേക യുവജനങ്ങളും കൊച്ചുങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ ആമേൻ പിള്ളേരെയൊക്കെ ഓർത്ത് നമ്മൾ 12 ഇയേഴ്സ് അബവ് ഉള്ള അനേക കൊച്ചുങ്ങളും പിന്നെ യുവജനങ്ങളിലും ടീനേജ് ഉള്ള കൊച്ചുങ്ങളൊക്കെ പ്രൈസ് ദി ലോർഡ് അവർ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവരൊറ്റയ്ക്ക് വിശ്വാസത്തിൽ വരുന്ന കാരണത്താൽ ചിലപ്പം അതിൽ വീട്ടിൽ നിന്ന് അവർക്ക് മാനസികമായി പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഒക്കെ ഹല്ലേലൂയ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു പരിസ്ഥിതി, അന്നേരം അവർ പാസ്റ്ററിൻ്റെ ആമേൻ എടുത്തു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ അഭയം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനേക യുവജനങ്ങളും
ആമേൻ കൊച്ചുങ്ങളുണ്ട്. അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവരിൽ അനേകർ എക്സാം എഴുതാൻ വേണ്ടിയും തയ്യാറാകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10th 12th ഒക്കെ എഴുതാൻ വേണ്ടി അങ്ങനെയുള്ളവരിലും ഉണ്ട്. അന്നേരം അവരെയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഈ വിഷയത്തെ ഓർത്ത് സിസ്റ്റർ അനിത കോശി ഡൽഹിയിൽ നിന്ന് ആമീൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ഈ പ്രാർത്ഥന വിഷയം കേൾക്കണം. ആമേൻ. ഹല്ലേലൂയ. അന്നേരം നമ്മൾ ഇതുപോലുള്ള യുവജനങ്ങളെയും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരുന്ന യുവജനങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാം. ഒറ്റയ്ക്ക് ആമേൻ വിശ്വാസത്തിൽ വരുന്ന കൊച്ചുങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോ. അവരും 12th ഒക്കെ ചെയ്യാൻ പോകുന്നേ. ആമേൻ. അവരുടെ ഭാവിയെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാം. മാനസികമായി അവരെ പീഡിപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സ് ആയിരിക്കും, ചിലപ്പം അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ അയൽവക്കക്കാരായിരിക്കും, അവർ സ്കൂളിൽ പോകുന്ന അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും അവരെ ഒത്തിരി പ്രൈസ് ദി ലോർഡ് പീഡിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അനേക രീതിയിൽ അവർ പീഡിപ്പിക്കപ്പെടാം. അവരെയൊക്കെ ഓർത്ത് നമ്മൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അവർ എക്സാം എഴുതാൻ വേണ്ടി 10th 12th അവരുണ്ടെങ്കിൽ പ്രൈസ് ലോ അവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ വിഷയമാണ്. ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യാൻ പോകുന്ന എല്ലാ യുവജനങ്ങൾ പിള്ളേരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇൻ്റർവ്യൂക്ക് വേണ്ടി പോകുമ്പോൾ ടെൻഷൻ ഇല്ലാതെ, ആമേൻ, ഡിപ്രഷൻ ഇല്ലാതെ, ആങ്സൈറ്റി ഒന്നും ഇല്ലാതെ കൂൾ മൈൻഡഡായി പോയി അവർ അറ്റൻഡ് ചെയ്യുവാൻ ആ വിഷയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ഈ രണ്ട് വിഷയത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ അനിത കോശി ഡൽഹിയിൽ നിന്ന് പ്രാർത്ഥന ആമേൻ സഹായിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. കാരുണ്യവാൻ സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗീയ പിതാവേ, ഹല്ലേലൂയ. ദൈവമേ, ഈ സമയത്ത് കർത്താവിന്റെ പൊന്നുപാദപ്പെടുത്തിൽ കർത്താവേ, ഈ പ്രാർത്ഥന ധ്വനി ഡൽഹി ആൻഡ് UP ചാപ്റ്റർ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന മീറ്റിംഗിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന മഹാഭാഗ്യത്തിനായി നന്ദി അറിഞ്ഞത്തോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും കർത്താവ്, അതുപോലെ എല്ലാ സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെ എല്ലാം നിന്റെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. അവരുടെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്ന നല്ല താല്പര്യത്തിനായി നന്ദി ത്തോട് സ്തോത്രം ചെയ്യുന്ന ഇപ്രകാരം കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിച്ച കർത്താവെ, ഈ മഹാഭാഗ്യത്തിനായി നന്ദി ത്തോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവെ. ഈ മീറ്റിംഗ് തുടങ്ങിയ സമയം മുതൽ ഞങ്ങൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ അപ്പച്ച. ഞങ്ങളുടെ പ്രാർത്ഥന ശബ്ദം സ്വർഗം ശ്രദ്ധ വെച്ച് കേൾക്കുന്ന പൊന്നു ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന തക്ക സമയത്ത് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉത്തരം നൽകി തരുന്ന ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു അപ്പച്ച. പിന്നെയും ബലമുള്ള കരുത്തിന്റെ കീഴിൽ ഞങ്ങളെ മുറ്റുമായി താഴ്ത്തുന്നു സമർപ്പിക്കുന്നു കർത്താവെ. കർത്തദാസനിൽ കൂടെ കർത്താവെ കേട്ടതായ പ്രാർത്ഥനാ വിഷയത്തെ നിന്റെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുവാണ്. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ പല കുഞ്ഞുങ്ങളും കർത്താവ് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ കർത്താവെ ഇറങ്ങിയവരായ അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവരെല്ലാം കർത്താവെ ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ കുടുംബങ്ങളിൽ കർത്താവെ അവർക്ക് ഒരു സപ്പോർട്ട് ലഭിക്കാതെ ഇരിക്കുമ്പോൾ കർത്താവെ, എന്റെ പൊന്നപ്പച്ചനെ കണ്ടിറങ്ങിയ പൈതങ്ങളാണല്ലോ കർത്താവെ. അവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അവിടുന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നല്ല ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് കർത്താവെ. വരുന്ന ദിവസങ്ങളിൽ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു എന്ന് അനേകരുടെ മുന്നിൽ കർത്താവ് ഒരു സാക്ഷിയായി നിൽപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അവർ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിൽ ഒരു ഭാരമോ പ്രയാസമോ കർത്താവ് ഒന്നും ചിന്തിക്കാതെ വേണം വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് എണ്ണിക്കൊണ്ട് കർത്താവ് പിന്നെയും കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ പ്രിയ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പച്ച. അതുപോലെ കർത്താവ് ഈ ദിവസങ്ങൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. പല അഡ്മിഷന് വേണ്ടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവെ. അതുപോലെ കർത്താവെ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവെ. ദൈവമേ, അങ്ങനെ പല കർത്താവ് പ്രൊമോഷന് വേണ്ടി കർത്താവെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവെ. അങ്ങനെ ഏത് രീതിയിലും കർത്താവ് ഇന്റർവ്യൂവിന് വേണ്ടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളോട് കർത്താവിന്റെ കരം കൂടെ സഹായിക്കണമേ. അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവം അവിടുന്ന് അറിയുന്ന ദൈവമാണല്ലോ കർത്താവെ. നീ അവിടുന്ന് പ്രാർത്ഥന കർത്താവ് കേട്ട് ഉത്തരമല്ലെന്ന ദൈവമാണെന്ന് പിന്നെയും അവർക്ക് കർത്താവ് മനസ്സിലാക്കുവാന് അവരുടെ കർത്താവ് വിശ്വാസം ഒന്നുകൂടെ ഉറയ്ക്കുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. വീണ്ടും പൊന്നപ്പച്ചന്റെ പൊന്നുപാദ പീഠത്തിൽ ഞങ്ങൾ അല്പസമയം ആയിരിക്കുമ്പോൾ കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തന്നെ ആയിരിക്കാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്തദാസിനെ ഓർത്ത് പ്രത്യേക പ്രാർത്ഥന അനുഗ്രഹിക്കാൻ
സഹായിക്കുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയെ ആരെയും കേട്ടിരിക്കാൻ സ്തോത്രം. സ്ഥലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ യാചിക്കും ദൈവോടെ കേട്ട് ഉത്തരം വരുമാറാണമേ പൊന്നു പിതാവേ. ആമേൻ ആമേൻ. സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥനയായ ദൈവത്തിന്റെ സ്തോത്രം പറയാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. Glory to God. Gracious Heavenly Father, thank you very much for this wonderful and beautiful time you've given us, Lord. Thank you for all these prayer matters that we have interceded, and you have heard our prayers. Thank you that you helped us to come together like this in this virtual platform, and amen, in thy presence intercede for some time. Lord, thank you for all dear servants of God, and even the all the faithful believers, all those who have interceded for various matters that we have put forth before you. Lord Jesus, we again commit all these prayer matters into thy hands. In the name of Jesus, all the prayers that been interceded be answered in the name of Jesus. We proclaim victory upon it. We proclaim the answers in the blessings. Hallelujah. Thank you for everything. Thank you for every privileges. Thank you for everything that you've done in our lives. In Jesus' most precious name we pray. Amen. Thank you very much. അപ്പോൾ കൊയർ മുൻപോട്ട് കടന്നു വന്ന് ഒരു ഗാനം ആലപിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവരോട് ചേർന്ന് അല്പസമയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ശേഷമായിട്ടോ കർത്താവിൻ്റെ വലിയൊരു ദാസൻ പ്രാർത്ഥനാധ്വനി ഡൽഹി UP ചാപ്റ്ററിൻ്റെ ചെയർമാനായിരിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു ദാസൻ പാസ്റ്റർ ജോൺ തോമസ് മുൻപോട്ട് കടന്നു വന്ന് ചില മിനിറ്റുകൾ ദൈവജനത്തിൽ നിന്ന് നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. അപ്പോൾ കൊയർ ഒരു ഗാനം ആലപിക്കും. Hide me now under your wing. Cover me within your mighty hands. Hide me now. Hide me now under your wing. Cover me within your mighty hand. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are king over the flood. I will be still, know you are God. I will be still, know you are God. എന്നും എന്നെ മറയ്ക്കണേ. നിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണേ. യേശുവിൽ എന്നും എന്നെ മറയ്ക്കണേ. നിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണേ. സമുദ്രങ്ങൾ എന്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ. പിതാവാം ദൈവം വാഴുന്നതാൽ ഭയമില്ല എനിക്കൊന്നിലും. ഭയമില്ല ഇനിയൊന്നിലും.
സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ ഭയമില്ല എനിക്കൊന്നിനും ഭയമില്ല ഭയമില്ല എനിക്കൊന്നിലും ഭയമില്ല എനിക്കൊന്നിലും അന്ത്യത്തോളം ക്ഷീരകാടിയിൽ അവൻ കാത്തിടും ധാരയിൽ അന്ത്യത്തോളം ക്ഷീരകാടിയിൽ അവൻ കാത്തിടും ധാരയിൽ ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാ എനിക്കഭയം സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. താങ്ക് യു ബ്രദേഴ്സ്. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും നാം നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുകയായിരുന്നു. നിശ്ചയമായും കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുവെന്ന് വിശ്വാസമുള്ളവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ തങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിശ്ചയമായും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് ഇന്ന് രാത്രി നമ്മോട് സംസാരിപ്പാനുണ്ട്. ചുരുങ്ങിയ വാക്കുകൾ, ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ശക്തമായ ആലോചന അറിയിപ്പാൻ ഹല്ലേലൂയ ദൈവം തൻ്റെ ദാസനെ അഭിഷേകം ചെയ്ത ദൂതുമായി നമ്മുടെ നടുവിൽ അയച്ചിട്ടുണ്ട്. പ്രേയർ ഈസ് ടോക്കിംഗ് വിത്ത് ഗോഡ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സംസാരമാണെങ്കിൽ ദൈവവചനം ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ള മാർഗമാണ്, മാധ്യമമാണ്. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ വലിയൊരു ദാസൻ പ്രാർത്ഥന ധ്വനി ഡൽഹി UP ചാപ്റ്റർ ചെയർമാൻ ആയിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് അവർകൾ ദൈവജനത്തിൽ ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവദാസനെ വചന ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യും. സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനായ കർത്താവിൻ്റെ സന്നിധാനത്തിങ്കൽ തലവണക്കുകയും ആദരവും ആരാധന അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ ചെയർമാനായിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KB ജോസഫ്, അപ്പോൾ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ചെയർമാനും കൂടെയാണ് അദ്ദേഹം. എനിക്ക് മുൻപ് പ്രയർ സെക്ഷൻ ലീഡ് ചെയ്ത ബഹുമാന്യ കർത്തൃഭൃത്യൻ പാസ്റ്റർ എഡിസൺ സണ്ണി അവറുകൾ, ഈ ചാപ്റ്ററിൽ വിവിധ നിലകളിൽ സേവനം ചെയ്യുന്ന സഹോദരങ്ങൾ, വിവിധ ചാപ്റ്ററുകളിൽ നിന്ന് പലയിടങ്ങളിലായിട്ട് ഇതിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കും വേഗം വരുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ നാമത്തിൽ സന്ധ്യയെങ്കിൽ വന്ദനം അറിയിക്കുന്നു. ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നത് 8 മുതൽ 10 വരെയുള്ള സമയമായിരുന്നു. എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം തണുപ്പ് കുറച്ച് കഠിനമായതും അത് നിലനിൽക്കുന്നതും കൂടെ ആയതുകൊണ്ട് ഡൽഹിക്കകത്തും പുറത്തു നിന്നുമുള്ള അംഗങ്ങൾ ചിലരൊക്കെ ഇതിൻ്റെ പങ്കാളികളാണ്. അപ്പോൾ അവരുടെയൊക്കെ യാത്രാ സംവിധാനവും കൂടെ ഒക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ നേരത്തെ നിർത്താനുള്ള ക്രമീകരണമാണ്
ഇന്ന് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 10 മണി വരെ പോവുകയില്ല, അതിനുള്ളിൽ കാര്യങ്ങൾ ക്രമീകരിക്കും. പ്രയർ സെക്ഷൻ ലീഡ് ചെയ്തിരുന്ന ദൈവഭൃത്യൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന് ഒരു ഹിന്ദി ചർച്ചിൻ്റെ പാസ്റ്ററാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മലയാളമൊക്കെ നിങ്ങൾക്ക് കേട്ടപ്പോൾ സുഖമായോ സുഖമായില്ലയോ എന്നറിയത്തില്ല. ഇനി വരും ദിവസങ്ങൾ അത് സുഖമായിക്കോളും. ആമേൻ. ഞങ്ങൾ ആ കാര്യത്തിൽ അദ്ദേഹത്തെ വളരെ അഭിനന്ദിക്കുന്നു. നന്നായി കാര്യങ്ങൾ ചെയ്തല്ലോ. ഇതിനു മുൻപ് ഞങ്ങളുടെ കർത്തൃഭൃത്യൻ ഇവാഞ്ചലിസ്റ്റ് വർഗീസ് ആയിരുന്നു ആ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അങ്ങോട്ട് ഞങ്ങളുടെ പൊസിഷൻ ഒന്ന് മാറി പലർ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ആമേൻ, ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ്. ഇന്നത്തെ യോഗങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന് പലർ സംബന്ധിക്കുന്നുണ്ടല്ലോ. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് തൻ്റെ സ്ഥിതികൾക്കും കൂടെ ഭേദം വരുത്തിയ ദൈവം നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവർക്ക് യോബിനെ അനുഗ്രഹിച്ചതുപോലെ തന്നെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും കൂടെ ചെയ്യുന്നു. തിരുവഴുത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി ഒരു വലിയ വാക്യമാണ് വായിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വാക്കേ പറയുന്നുള്ളൂ. കാരണം ആ ഒരു വിഷയം ഇച്ചിരി വലുതാണെന്ന് എനിക്കറിയാം, സമയം ഏറ്റവും ചെറുതാണെന്നും അറിയാം. അപ്പോൾ ചില ചിന്തകൾ ഇട്ട് തന്നിട്ട് ബാക്കി നിങ്ങളങ്ങ് പൂരിപ്പിച്ച് എഴുതുകയോ പ്രസംഗിക്കുകയോ കണ്ടെത്തുകയോ ഒക്കെ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് ഇവിടെ തന്നെ ഞങ്ങൾ വായിച്ചു കൊള്ളാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 1. ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. ആ വാക്യത്തിൻ്റെ ഒന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് ഞാൻ വായിച്ചത്. ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. 168 BC-യോടുകൂടെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു റെസിഡൻഷ്യൽ ബിസിനസ് കോളനിയായിട്ടാണ് ഈ ഫിലിപ്പിയ പട്ടണത്തെയും മറ്റുമൊക്കെ അവർ വേർതിരിച്ചത്. അവിടെ രൂപപ്പെട്ട സഭയുടെ പ്രഥമ വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം. പ്രാരംഭ കാര്യങ്ങളിൽ അതിനകത്തൊരു വലിയ ഇൻവോൾവ്മെൻറ്റ് പൗലോസിനല്ല എങ്കിലും അവിടെയുള്ള സഭയുടെയും പ്രവർത്തനങ്ങൾക്കും പൗലോസിൻ്റെ പരിഗണന വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് മറ്റ് ചില സഭകൾക്ക് എഴുതുന്ന ലേഖനങ്ങളുടെ കൂട്ടത്തിൽ ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയും കൂടെ 4 അധ്യായമുള്ള ഒരു ചെറിയ ലേഖനം എഴുതുന്നത്. അതിൽ അവരോടായി പറയുന്ന കാര്യം കർത്താവിൽ നിലനിൽപ്പീൻ. ഇങ്ങനെ ചില ചിന്തകൾ ഈ അധ്യായത്തിൽ തന്നെയുണ്ട്. കർത്താവിൽ നിലനിൽക്കുക. പേരുകൊണ്ടോ ശുശ്രൂഷ കൊണ്ടോ പദവി കൊണ്ടോ സ്നാനം കൊണ്ടോ ഒരാൾക്ക് നിൽക്കാമെന്ന് വിചാരിച്ചാൽ നിൽക്കാൻ ഉൾക്കുന്നതല്ല. കുതിരപ്പടയോടും കാലാൾപ്പടയോടും ഒക്കെ ഓടുന്നവരുണ്ട്. മിടുക്കൊക്കെ പ്രയോജനപ്പെടുത്തുന്ന വേദികളും ധാരാളമുണ്ട്. എന്നാൽ ഒരാൾക്ക് കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് ആർക്കും ഒരു മെറിറ്റ് കൊണ്ടും സാധ്യമാകുന്ന ഒന്നല്ല. മറിച്ച് കർത്താവിനെ കണ്ടെത്താനായിട്ടും ലഭിക്കുന്ന കൃപ പോലെ തന്നെയാണ് കർത്താവിന് വേണ്ടി നിൽപ്പാനായിട്ടും നമുക്ക് ആ കൃപ വേണം. എന്തുകൊണ്ടാണ് അതങ്ങനെ അവിടെ വന്നതെന്ന് ചോദിച്ചാൽ ആ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ.
മുൻ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ അതിൻ്റെ അവസാന പാരഗ്രാഫിനകത്ത് ചില നിർദ്ദേശങ്ങളും ചില വേദനകളും ചില പ്രത്യാശകളും പൗലോസ് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. ഈ ലേഖനത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിചാരം, എൻ്റെ ഒരു ചിന്ത, ലേഖനങ്ങളിലെ സുവിശേഷം എന്ന് വേണമെങ്കിൽ ഇതിനെ തിരിച്ചറിയാൻ പറ്റും. കാരണം 4 സുവിശേഷ പുസ്തകങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്ന ഏറിയ അധ്യായങ്ങളുടെ ഒരു ചെറിയ സമ്മറി, ഒരു 3-4 വാക്യങ്ങൾക്കകത്ത് 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷതയ്ക്ക് മുൻപ് യേശു ആരായിരുന്നു എന്നുള്ളതും, ഭൂമിയിൽ വന്നപ്പോൾ ധരിച്ച വേഷവും സ്വഭാവവും, ക്രൂശിലെ മരണവും അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പുമാണ് ഒരു ചെറിയ സന്ദേശമായിട്ട് ഈ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കുന്ന വിശുദ്ധന്മാർക്ക് ഒത്തിരി പ്രതീക്ഷ നൽകുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന അഭിനന്ദനങ്ങളും കൂടെ, പ്രത്യാശയും കൂടെ ഈ അധ്യായത്തിലുണ്ട്. അതിൽ 3:17 പൗലോസ് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരെയും അനുകരിപ്പീൻ. അത് കഴിഞ്ഞ് വരുന്ന വാക്യത്തിൽ പൗലോസിന്റെ വേദന, അനേകർ ക്രൂശിന് ശത്രുക്കളാണെന്നാ പറയുന്നത്. പിന്നാലെ പൗലോസ് പറയുന്നത്, ഭോജ്യത്തിനായിട്ട് മാത്രം ജീവിക്കുന്നവർ. 20-21 പൗലോസ് പറയുകയാണ്, ദൈവമക്കളുടെ പൗരത്വം എവിടെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള പ്രതീക്ഷ. ആ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവം. ഇത്രയും കാര്യങ്ങൾ പൗലോസ് പറഞ്ഞ ശേഷം പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ കർത്താവിൽ നിലനിൽപ്പീൻ. എന്താണ് നമ്മുടെ നിലനിൽപ്പിന് തടസ്സമായി ബാധിക്കാൻ വളരെ പ്രതിസന്ധിയുള്ള, കഴിയാതെ പോകുന്നതിന്റെ കാരണങ്ങൾ, വളരെ പലർക്കും പ്രയാസമാകുന്നതിന്റെ കാരണം? ഒന്ന്, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് വന്നു കഴിഞ്ഞ ശേഷം കുടുംബങ്ങളാൽ ഉപേക്ഷിക്കപ്പെടുന്ന, രാജ്യത്ത് തിരസ്കരിക്കപ്പെടുന്ന, ക്രിസ്തു നിമിത്തം ഏൽക്കപ്പെടുന്ന പീഡനങ്ങൾ, യേശു നിമിത്തം അനുഭവിക്കപ്പെടേണ്ടി വരുന്ന കഷ്ടതകൾ, ഇവയാൽ കർത്താവിനെ കണ്ടിട്ട്, സ്വർഗം കണ്ടിട്ട്, കർത്താവ് മുൻപിൽ ഒരു വിഷയമാണെങ്കിലും എന്തോ വലിയ ഭൂമിയിലെ ഏതോ സ്വർഗം പോലെ പ്രതീക്ഷിച്ചു വരുന്ന പലർക്കും ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കാൻ കഴിയാതെ പോകുന്ന അനുഭവങ്ങളുണ്ട്. അവരെ ബാധിക്കുന്ന രണ്ടാമത്തെ വിഷയം അധികാരത്തിന്റെ പ്രലോഭനങ്ങളാണ്. സ്ഥാനമാനങ്ങൾ നിലനിൽപ്പിനെ ബാധിക്കുന്നു. മൂന്നാമത്തെ കാര്യം ദ്രവ്യാഗ്രഹത്തിന്റെ അമിത വിചാരങ്ങൾ പലരുടെയും നിലനിൽപ്പിനെ ബാധിക്കുന്നു. എന്നാൽ എന്താണ് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം? ഒന്ന്, ഞാൻ വായിച്ചതും നമ്മുടെ കയ്യിലിരിക്കുന്നതുമായ തിരുവഴുത്താണ് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം. എന്താണ് തിരുവഴുത്ത്? മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ചിട്ട് നമുക്ക് എഴുതിത്തന്ന തിരുവഴുത്തുകൾ. നമ്മൾ എങ്ങനെയായിരിക്കണമെന്നാ തിരുവഴുത്ത് പറയുന്നത്? പ്രത്യേകിച്ച് ലേഖനങ്ങൾ.
സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നാം എങ്ങനെ പെരുമാറണം എന്ന് നമ്മെ പെരുമാറുവാൻ പഠിപ്പിക്കുന്ന 23-ാം സങ്കീർത്തനം എന്താ പറയുന്നത്? തിരുനാമ നിമിത്തം നീതിപാതകളിൽ എന്നെ നടത്തണമേ. പ്രാർത്ഥനയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് പോയത്. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പോകണമായിരുന്നു. പക്ഷേ എല്ലാ പ്രാർത്ഥനയിലും ഇങ്ങനെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ അത് തുടർമാണ് ഒരു അരോചക വിഷയമായി തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് മാറി ചിന്തിച്ചത്. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് ദൈവത്തോട് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പറയുമ്പോൾ 23-ാം സങ്കീർത്തനം യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ തന്നെ വിശുദ്ധന്മാർക്ക് അനുകരിപ്പാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം 23-ലുള്ളത്. അതിൽ ഒരു കാര്യം, ആ പ്രാർത്ഥന എപ്പോഴും തരണമേ എന്നുള്ളതല്ല 23-ലെ പ്രാർത്ഥന, മറിച്ച് ഒരു താങ്ക്സ് ഗിവിംഗ് പ്രയർ ആണ്. ഒരു മനുഷ്യന്റെ ഭൗതികവും ആരോഗ്യവും ആത്മീയവുമായ സകല കാര്യങ്ങളും ആ സാംസ് 23-ലുണ്ട്. അതിനകത്ത് ഒരു ഭാഗം ഇങ്ങനെ കിടക്കുന്നത്, തിരുനാമ നിമിത്തം നീതിപാതകളിൽ നടക്കുവാൻ കർത്താവേ ഞങ്ങളെ അഭ്യസിപ്പിക്കുമാറാകണമേ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നിലനിൽപ്പിന് ആധാരം നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവെഴുത്ത് തന്നെയാണ്. സ്തോത്രം. രണ്ടാമത് എന്താണ് ആധാരം? നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമത് എന്താണ്? ആമേൻ, അത് അവസാനത്തോളം സൂക്ഷിപ്പാൻ ഞാൻ അവൻ എന്റെ ഉപനിധി അവസാനത്തോളം സൂക്ഷിപ്പാൻ ശക്തനെന്ന് പൗലോസ് പറഞ്ഞ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. ഇനിയും എന്തിനാ നാം നിലനിൽക്കുന്നത്? 3 ചിന്തകളൂടെ പറഞ്ഞ് ഇത് ക്ലോസ് ചെയ്ത്, ഇപ്പൊ ടൈറ്റിൽ മാത്രമാണ് ഈ പറഞ്ഞത്. 3 ചിന്തകളൂടെ പറഞ്ഞ് ക്ലോസ് ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്ന്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൽ നിലനിൽക്കണം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. 2, ദുർദിവസങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ കടന്നു വരാം. എപ്പോഴാ ദുർദിവസങ്ങൾ വരുന്നതെന്ന് നാം അറിയുന്നില്ല. കാലാവസ്ഥ നിമിത്തമോ, പ്രകൃതിക്ഷോഭങ്ങൾ നിമിത്തമോ, സഭകൾ നിമിത്തമോ, വിഷയങ്ങൾ നമ്മൾ ആരെ അനുകരിക്കുമ്പോൾ അവർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിപരീതമായ പാപങ്ങളിൽ വീണിട്ട് സാക്ഷ്യം നഷ്ടപ്പെടുന്ന പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ കാണുമ്പോൾ, ഇങ്ങനെയുള്ള ദുർദിവസങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ നാം നിലനിൽക്കണം. മൂന്നാമത്തെ കാര്യം, പാപത്തോട് പോരാടുവാൻ വേണ്ടി നാം കർത്താവിൽ നിലനിൽക്കേണ്ടതായിട്ട് ആവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൂട്ട് ശുശ്രൂഷകന്മാരെ, ഇതൊരു കർട്ടൻ വലിക്കുന്ന ഒരു സമയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. തിരശ്ശീല വീഴാനുള്ള സമയം ആസന്നമായി. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, വാഴ്ത്തപ്പെട്ട കർത്താവ് വരുവാൻ ആസന്നമായിരിക്കുന്നത്. അപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ആ വരവിനുള്ളിൽ തന്നെ ആരെയൊക്കെ തൻ്റെ ചാക്കിനകത്താക്കാമെന്ന് വിചാരിച്ച് പിശാചിനെ കുറിച്ച് പറയുന്നത് പോലെ ഊടോടി സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ആരെ കിട്ടുമെന്ന് വിചാരിച്ച് പരുന്ത് വട്ടമിട്ട് പറക്കുന്നത്, തൻ്റെ ഇര എവിടാ ഉള്ളത് നോക്കി പറക്കുന്നത് പോലെ സാത്താൻ തൻ്റെ ഇരയെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു കാര്യം സ്പഷ്ടമാണ്, അതങ്ങനെ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശു ക്രിസ്തുവിനോട് നിലനിൽപ്പാനുള്ള ദൈവകൃപ നമുക്ക് ഒരുമിച്ച് പ്രാപിക്കാം. കർത്താവിനോട് നിലനിൽപ്പാം. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ മാനിക്കട്ടെ. Praise the Lord. Thank you, Pastor John Thomas, for wonderful word of God. വളരെ അനുഗ്രഹീതമായ നിലയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലൊരു സന്ദേശം കൈമാറിയ കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഈ പ്രാവശ്യം ഡൽഹിയിൽ അതികഠിനമായ ശൈത്യം തുടരുകയാണ്. ഇവിടെ ഇരിക്കുന്ന പല പ്രിയമുള്ളവരും ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാൻ തൊക്കെ താല്പര്യപ്പെടുന്നു. ഈ പ്രാർത്ഥന സെക്ഷനിൽ സഹകരിച്ച ലോകത്തെമ്പാടുമുള്ള എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കും ക്രിസ്തയേശുവിൻ നാമത്തിൽ
ഞങ്ങളുടെ നന്ദിയെ ഇത്തരത്തിൽ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവിൻ. കർത്താവിന് സ്തോത്രം. അതിനായി സമയം വേർതിരിക്കുവാൻ മനസ്സ് കാണിച്ച എല്ലാ കർത്താവിൻ്റെ വലിയ ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, പ്രിയമുള്ളവർക്കെല്ലാം ക്രിസ്തയേശുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ നന്ദിയെ ഇത്തരത്തിൽ അറിയിക്കുന്നു. ഇന്ന് പകൽ ഈ വൈകിയവേളയിൽ ഇവിടെ കടന്നു വന്ന മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ യങ്സ്റ്റേഴ്സിനും പ്രത്യേകമുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ വലിയദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ, നമുക്കറിയാം പ്രാർത്ഥനാ ധ്വനി ഇൻ്റർനാഷണൽ ഈ പ്രയർ ഗ്രൂപ്പിൻ്റെ ചെയർമാനായി അല്ലെങ്കിൽ ഡയറക്ടറായി താൻ സേവനം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടെ നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ ദാസനായി അതിനായി ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വസ്ത കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപോലെ പ്രാർത്ഥന ഡെയിലി യു പി ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസ്ഥാനത്ത് കടന്നു വരുവാൻ സ്വർഗം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷമായ ജ്ഞാനവും വിശേഷമായ ബുദ്ധിയും ദൈവകൃപയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിശേഷമായ ഒരു ബുദ്ധിയും ദൈവീയ ജ്ഞാനത്താ ദൈവം നിറയ്ക്കണമേ. ദൈവീയ ജ്ഞാനത്താ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ, 10th-ലും 12th-ലും എക്സാം എഴുതുന്ന ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുത്തനും ജ്ഞാനകുറവുകളിൽ ഫലിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന കർത്താവിനോട് യാചിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ല മിടുക്കിമാരെ പോലെ പഠിച്ച് ഉന്നതമേറിയ വിജയം കരസ്ഥമാക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കൂടെ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ പേരൻസിനെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ കരമുണ്ടാകണമേ. പ്രാർത്ഥന ഡെയിലി യു പി ചാപ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെയർമാൻമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോർഡിനേറ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. മിഷൻ കോർഡിനേറ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രയർ കോർഡിനേറ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മീഡിയ കോർഡിനേറ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഡിറ്റോറിയൽ ബോർഡുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സിംഗേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗോള വ്യാപകമായ ഞങ്ങളുടെ കർത്താവെ, എല്ലാ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിൽ ശക്തമായ തണുപ്പാന്ന് അറിയോണ്ടയാലോ കർത്താവ്, അതിന്റെ മധ്യത്തിനോ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ തന്ന സമയത്തിനായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനെ, പ്രാർത്ഥന ലീഡ് ചെയ്ത അങ്ങയുടെ ദാസനെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവസാനമായി ഞങ്ങളോട് കേൾപ്പിച്ച ദൈവീയ ദൂതനായി, ദൈവീയ ആലോചനയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൽ നിലനിൽക്കുവാൻ, കർത്താവെ, ലോകത്തിലെ യാതൊരു ഇമ്പങ്ങളുടെ പുറകാലെ പോകാതെ കർത്താവിൽ തന്നെ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അഭിഷേകത്തിനെ ശക്തമായി വീണ്ടും ഉപയോഗിക്കണമേ. അനേകർക്ക് താങ്ങും തണലും ആശ്വാസമാക്കി കർത്താവ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നല്ല കൂട്ടായ്മയ്ക്കായി പിതാവിനെ പുത്രനെ പരിശുദ്ധമായ നാമത്തില് ലളിതാസന്റെ മകളെല്ലാവരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. സകല മാനവും മൗത്തും കർത്താവിന് അർപ്പിക്കുകയാണ്. രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേത്രത്തോളം ചെയ്യുന്ന കർത്താവിന് നമുക്ക് നന്ദിയോട് സ്തോത്രം പറയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മുടെ പ്രാർത്ഥന എല്ലാ പ്രത്യേകിച്ച് പ്രിയ ബോർഡ് എക്സാം എന്ന കുഞ്ഞുങ്ങളുടെ മേലും ഡൽഹി യു പി ചാപ്റ്ററിന്റെ മേലും എന്നും കൂട്ടാമാറാകട്ടെ. ആമേൻ. അതൊക്കെ ദൈവം ഞാനൊരു മഹത്വം. പ്രാർത്ഥനാ ധ്വനി ഡൽഹി യു പി ചാപ്റ്ററിന്റെ ഈ പ്രാർത്ഥനാ സെക്ഷനിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാ ദൈവജനത്തിനും കർത്താവിൻ്റെ വലിയ ദാസന്മാർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് നന്ദി അർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.